ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻകർ കഴിഞ്ഞ മാസം രാജിവെച്ചതിനെ തുടർന്ന് രാജ്യത്ത് പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാകണം ധൻകറിന്റെ പിൻഗാമി എന്ന കാര്യത്തിൽ സർക്കാരിനുള്ളിൽ ചർച്ചകൾ തുടരുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ, JDU MP ഹരിവംശ് നാരായൺ സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം ഉറപ്പാക്കാനാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം MPയുമായ ശശി തരൂരിനോടും ഉപരാഷ്ട്രപതിയായി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ BJPയുടെ നേതാക്കൾക്കാണ് കൂടുതൽ സാധ്യത. രാജ്യസഭയിൽ പാർട്ടി നിലപാടുകൾ ഉയർത്തിക്കാടുന്ന രാഷ്ട്രപതി വേണമെന്ന നിലപാടിലാണ് BJP. ഈ മാസം 7-നാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങുക. അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. അന്നു തന്നെ ഫലവും പ്രഖ്യാപിക്കും. ഈ മാസം 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 22-ന് സൂക്ഷ്മ പരിശോധന, 25-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. 7-ന് ഔദ്യോഗിക വിജ്ഞാപനവും പുറത്തിറങ്ങും. പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ 21-ന് ചിത്രം വ്യക്തമാകും. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെയും ഈ പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. BJP ദേശീയ അധ്യക്ഷനെയും BJP നിശ്ചയിച്ചിട്ടില്ല. ഇതും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയിൽ പ്രതിഫലിക്കും. നേരത്തെ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പദവിയോട് തരൂരിന് താല്പര്യമില്ലെന്നാണ് സൂചന. ഉപരാഷ്ട്രപതിയെ നിശ്ചയിച്ച ശേഷം കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ട്. രാഷ്ട്രപതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉയർന്ന ഭരണഘടനാ പദവിയും രാഷ്ട്രപതിയുടെ പിന്തുടർച്ചാ അവകാശത്തിൽ ആദ്യത്തേതുമാണ് ഉപരാഷ്ട്രപതിയുടെ ഓഫീസ്. അതുകൊണ്ട് തന്നെ ഈ പദവിക്ക് ഏറെ പ്രാധാന്യമാണുള്ളത്. രാജ്യസഭയെ നിയന്ത്രിക്കുന്നതും ഉപരാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യസഭാ നടത്തിപ്പിൽ വലിയ റോളാണ് ഉപരാഷ്ട്രപതിക്കുള്ളത്. ഇതുകൂടി മനസ്സിൽ വെച്ചാണ് BJPക്കാരനെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള സാധ്യത. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് കാരണം കേന്ദ്ര സർക്കാരുമായുള്ള ഭിന്നത എന്ന അഭ്യൂഹവും ശക്തമാകുന്നുണ്ട്. ഡൽഹിയിലെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ഉപരാഷ്ട്രപതിയും രണ്ട് ധ്രുവങ്ങളിലായത് ഭിന്നത രൂക്ഷമാക്കിയത് എന്നാണ് വിവരം. ഇംപീച്ച്മെന്റ് നടപടിക്ക് മുൻകൈയെടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയെ അറിയിച്ചിരുന്നു. ഇതിനിടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രമേയം ധൻകർ സ്വീകരിക്കുകയായിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയെന്നും സൂചനയുണ്ട്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം MPയുമായ ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുവാനുള്ള ചർച്ചകൾ BJP കേന്ദ്ര നേതൃത്വത്തിൽ സജീവമാണ്. നരേന്ദ്രമോദിയുമായി അടുത്തു നിൽക്കുന്ന തരൂരിന്റെ പല നിലപാടുകളും കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി നിൽക്കുമ്പോഴാണ് BJPയുടെ പുതിയ നീക്കം. തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ ഒഴിവ് വരുന്ന തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാമെന്നും BJP നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേരും BJP പരിഗണിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിൽ നിന്ന് ഏറ്റെടുക്കാമെന്നതാണ് BJPയുടെ ലക്ഷ്യം. ഉപരാഷ്ട്രപതി 5 വർഷത്തെ കാലാവധി വഹിക്കുന്നുണ്ടെങ്കിലും കാലാവധി അവസാനിച്ചതിന് ശേഷം പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് വരെ തുടരാം. ഒരു വ്യക്തിക്ക് ഉപരാഷ്ട്രപതിയായി എത്ര തവണയും പ്രവർത്തിക്കാം. അതിനാൽ ഒരു മുൻ ഉപരാഷ്ട്രപതിക്ക് വീണ്ടും മത്സരിക്കാവുന്നതാണ്. നിർദ്ദിഷ്ട പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവർക്ക് ഒന്നിലധികം തവണ സേവനമനുഷ്ഠിക്കാം. ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ ഹമീദ് അൻസാരി എന്നിവർ തുടർച്ചയായി 2 തവണ അധികാരമേറ്റിട്ടുണ്ട്. അപ്പോൾ അതും നിർണായകമായ ഒരു ചോദ്യമാണ്. ഇനി ധൻഖറിന്റെ പിൻഗാമി ആരെന്ന്.